ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എരിപൊരി കിച്ചൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു തോട് വറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ്. വളരെ രസകരമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ തോട്ടിൽ കിടന്ന് പെടക്കുന്നതാണ്. തോട്ടിൽ നിന്ന് പിടിച്ച മീനിന് ജീവൻ ഉണ്ടാവൂലേ? പിടക്കുന്ന കണ്ടില്ല? അതൊക്കെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിൽ ഇടുമ്പോഴേക്കും അതിന് ശ്വാസം കിട്ടില്ല. അതാണ് അതിങ്ങനെ നടന്ന് പിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ആഴമുണ്ട്. ഈ പായൽ നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. പായലെല്ലാം വാരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വലിയ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു പിള്ളേർ, അടുത്തുള്ള കുഞ്ഞു പിള്ളേരും ചേട്ടന്മാരും ഒക്കെ ഇഷ്ടമാതിരി പേരുണ്ട് കേട്ടോ ഇവിടെ. പായൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അവർ കുറേ പേര് ഒത്തിരി പരിശ്രമിച്ചിട്ടാണത് കരയിലേക്ക് കയറ്റുന്നത്. പായലില് ഉണ്ട്. ഇതൊരു മൈനയുടെ കൂടാണ് കേട്ടോ. തെങ്ങ് പോയ തല പോയ തെങ്ങിൽ ഒരു മൈന ഇരിക്കുന്നുണ്ട്. അതിൽ കുറേ മൈനകളുണ്ട്. എപ്പോഴും അതിൻ്റെ അടുത്ത് മൈന ഉണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ കൂടാണത്. ഈ പായലിൻ്റെ ഇടയ്ക്കൊക്കെ മീൻ ഒളിച്ചിരിക്കാറുണ്ട്. അതിങ്ങനെ പായൽ മാറ്റുന്ന സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കിടന്ന് ചാടുന്നതൊക്കെ കാണാം. പിന്നെ ഗൈസ് മരത്തിൻ്റെ വേരിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും ഗൈസ്. ഇതിൽ കുറേ തരം പായലുണ്ട്. ഒരു 5-6 തരം പായലുണ്ട്. വലിയൊരു മോട്ടർ വെച്ചിട്ട് നമ്മൾ ആ വെള്ളം വറ്റിക്കാനുള്ള മോട്ടറാണ്. ഇതിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് വെള്ളം വറ്റിച്ചിട്ടുണ്ടാകും. അപ്പുറത്തെ തോട്ടിലേക്ക് അത് ഒഴുക്കി കളയാണ്. നമ്മുടെ അടുത്തുള്ള അമ്പലവും അതേപോലെ കപ്പേളയാണ് കേട്ടോ കാണുന്നത്. റോഡിൻ്റെ ഇരുവശത്തും കാണുന്ന ഇത് ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഇത് കപ്പേളയാണ്. അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ അമ്പലം ഉണ്ട്. മാടമന കപ്പേളയും അതുപോലെ വട്ടക്കാട് അമ്പലം. അടുത്ത തോട്ടിലേക്കാണ് നമ്മൾ ഒഴുക്കുന്നത്. അവിടെ നിറച്ച് പായലും ചേമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മീന് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തെ തോട്ടിലേക്ക് വല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊയ്പ്പെന്ന് പറയുന്ന സ്ഥലം താമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഓടണം. മീനിനെ മുങ്ങിപ്പിടിക്കാൻ പോയതാണ് കേട്ടോ. മീനെ ആമയൊക്കെ കിട്ടിയതൊക്കെ കരയിലേക്ക് എറിയുന്നുണ്ട്. വലിയൊരു ബ്രാലിനെ കിട്ടിട്ടോ. വരാലെന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അത്യാവശ്യം ഇതിലുള്ള മീനുകളൊക്കെ നല്ല സൈസുള്ള മീനായിരുന്നു. ആമയെ പിടിച്ചോണ്ടിരിക്കാനാണ് പേടിയില്ല കേട്ടോ. അങ്ങനെ പിടിക്കാനും കൊണ്ടുപോയി അവിടെ വെക്കാൻ പോവാണ്. ചെറിയ ആളായതുകൊണ്ട് കുഞ്ഞല്ലേ, അപ്പൊ അവന് ആ ഒരു ആമയെ കണ്ടപ്പോഴുള്ള ഒരു കൗതുകമാണ്. ചെറിയ ആമയുണ്ട്, അതും വന്ന് പുള്ളിക്കാരൻ എടുത്തോണ്ട് പോവാണ്. ഒരു പേരില്ല. വരാന് ചെമ്പലിന് ആമേനും എല്ലാത്തിനും ഈ സന്തോഷം. മീൻ ചത്തുപോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ ഇതില് വെള്ളത്തില് ഇത്ര മീനുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഒത്തിരി മീനുണ്ടായിരുന്നു. ചൂണ്ടയിട്ടാലൊന്നും അധികം അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ വെറുതെ ഒന്ന് വറ്റിച്ച് നോക്കാന്ന് കരുതി അങ്ങനെ വറ്റിച്ചതാണ്. പക്ഷെ ഒത്തിരി മീനുണ്ടായിരുന്നു.
അത് കൊള്ളാം. അത് അത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു തോട് ഉള്ളത്. നമുക്ക് വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം. അവൻ അറിഞ്ഞിട്ട് മീനിനെ പിടിച്ചോണ്ടിരിക്കാതെ സന്തോഷം കിട്ടി. പണ്ട് കരയിലിട്ട തെങ്ങ് ഉരുണ്ട് പറഞ്ഞ് കുളത്തിൽ വീണു. ഏറ്റവും കൂടുതൽ ഇതിനെ പിടിക്കുന്ന ഞാൻ എടുത്തോണ്ടല്ലോ. നേരത്തെ കഴുത്തോളം കണ്ടോ മീനിന്റെ സൈസ് കണ്ടോ, നല്ല വലിപ്പമാണ്. മീൻ കിട്ടിയതൊക്കെ നമ്മൾ ഈ ഒരു ടാങ്കിലിട്ടേക്ക് കേട്ടോ. മീൻ ഒത്തിരി ഉള്ളതുകൊണ്ട് അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളകാനുള്ള സ്പേസ് പോലും ഒത്തില്ല. ഇപ്പൊ ഗൈസ് കുറെയൊക്കെ താഴത്തെയൊക്കെ ഏകദേശം ഒക്കെ ചത്തുപോയി. കാരണം അതിന് ഓക്സിജൻ കിട്ടത്തില്ല താഴത്തെ. അതിന് പൊങ്ങാൻ പറ്റത്തില്ല. ഇല്ലാതെ പോയി അങ്ങ് പോയി ശ്യാമിന്റെ പുറകെ പോയി. എല്ലാം കൂടെ ചെളി കിടന്ന് പേരണ്ട ഒരു പരുവത്തിലായിട്ട് ഇതുങ്ങളെ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു പണിയാണ്. വീട്ടുകാർക്കൊക്കെ പണിയായിട്ടുണ്ട്. ഇത് മുട്ടിയ ചൊറിയൂറ മീനെ പിടിക്കുന്ന ഒരു കൊട്ടയാണ് കേട്ടോ. അത് കൂടെന്ന് എന്താണ് അതിനെ പറയുന്നത്. അത് വെച്ചിട്ട് കൈയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മീനെ പിടിച്ചെടുക്കാം. കാണുന്നിടത്ത് അത് ഒറ്റാലെന്നാണ് കേട്ടോ അതിനെ പറയുന്നത്, ഒറ്റാല്. അപ്പോൾ ഈ ഒറ്റാല് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കൈയിട്ട് കഴിയുമ്പോൾ അതിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കാം. മുളയാണോ? കണ്ടോ അതിൻ്റെ അകത്തുനിന്ന് ആ മീനെ കിട്ടി. പാമ്പാണ് കേട്ടോ, പാമ്പ്. ഓരോ സ്ഥലത്തെ പ്രാദേശിക ഭാഷയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ എന്താന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ കുറച്ചുകൂടെ വെള്ളം മോട്ടർ ഉപയോഗിച്ചിട്ട് വറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പൂർണ്ണമായിട്ട് വെള്ളമൊക്കെ വറ്റി ഇപ്പൊ ചെളി മാത്രമായിട്ടുണ്ട്. വലിയ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് കണ്ടോ തോടിപ്പോ ഏകദേശം ഒന്ന് ഇപ്പൊ പൂർണ്ണമായിട്ട് അത് കാണാം, അതിന്റെ ആ വ്യാപ്തി കാണാം. ഉപ്പൂറ്റി വരെ എത്തി. ഇപ്പൊ ചെളിയും വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഇതായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അപ്പുറത്തൊരു ആഴമുള്ള തോടുണ്ട്. അപ്പൊ നമ്മള് ക്ലീൻ ചെയ്യണതിന്റെ ഇടയിൽ അത് മണ്ണ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അത് പൊട്ടി ഒഴുകി കഴിച്ചു. അങ്ങനെ വെള്ളം പിന്നെയും കൂടി. ഇവിടെയുള്ള ചെളിയില്ല, ചെളിയുടെ അകത്ത് മീനുണ്ടാവും. അപ്പോൾ അത് അപ്പുറത്തെ തോട്ടിലേക്ക് ഒഴുക്കുകയാണ് കേട്ടോ. കണ്ടോ കോരി അങ്ങ് കളയുവാണ്. ഇടയ്ക്ക് മീനുണ്ടെന്ന് തോന്നുന്നു. ഇവരുടെയൊക്കെ ഒരു ദിവസത്തെ അധ്വാനാണ്. കണ്ടോ മീൻ അതിന്റെ ഇടക്കുണ്ട്. ഇതിന്റെ അകത്തൊക്കെ ഒളിച്ചിരിക്കുന്നു. ജീവരക്ഷാർത്ഥം ഒളിച്ചിരിക്കുന്നു.
അടിയോട്ടില്ല ഇടക്കടവില്ലേ ആ തെങ്ങിന്റെ അകത്ത് ഉണ്ടായിരുന്നല്ലോ ഒരു മീൻ ഒരു കരയിലേക്ക് കേട്ടോ അതെ വീണ്ടും മീനുണ്ടാവില്ലേ കണ്ടതേ പിടിച്ചുകൊണ്ട് അമ്മ ഞാൻ ഒരു പാമ്പിനെ കണ്ട് ഞാനൊരു പാമ്പിനെ കണ്ട് അവിടെ ഉണ്ടാ ചേട്ടൻ പിടിക്കുക കാണിച്ചേനാ അടുത്ത മീൻ അത് എന്തൊക്കെ അപ്പൊ ഏകദേശം നമ്മള് ഇതൊക്കെ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിനും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. മോട്ടറൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ പോവാണ്. ഇനി ഇത്രയും ദിവസത്തെ ഒരു അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് അവർ അടുത്ത പരിപാടി മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ സജീവമായിട്ട് പാചകത്തിലും മീൻ വൃത്തിയാക്കാനൊക്കെ ഓടോച്ചി അതിന്റെ കൂടെ കൂടിയിട്ടുണ്ടോ? ഓടോച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലത്തെ ജോലിയൊക്കെ. മീനൊക്കെ കിടക്കുന്ന കണ്ടോ? എടുക്കുവാണ് കേട്ടോ. ഈ മീനിനെ വൃത്തിയാക്കാൻ കുറച്ച് പ്രയാസമാണ്, എന്നാലും അവരൊക്കെ വെട്ടി നമ്മള് വരാലിന്റെ ഒരുപാട് റെസിപ്പികൾ നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഉള്ളി പൊള്ളിച്ചത് ഇട്ടിട്ടുണ്ട്, പാല് വെച്ചിട്ടുള്ള ഷാപ്പേർ ഇട്ടിട്ടുണ്ട് വരാലിന്റെ. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇടാം, നിങ്ങൾ കയറി കാണുക. കാരി തുള്ളിച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കാരി തുള്ളിച്ചത്. കാരി കിട്ടുവാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മീൻ മേടിക്കുമ്പോ മീനും മേടിച്ചിട്ട് പറയാ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഒടോച്ചി ഇവിടെ ഇരുന്ന് അപാരമായിട്ടുള്ള ക്ലീനിങ്ങിലാണ്. ഒടോണിയൊക്കെ മീന് നല്ല വൃത്തിയുണ്ടെങ്കിൽ ഒടോണിയെ കഴിക്കുള്ളൂ കേട്ടോ. നല്ല വെളുത്തിരിക്കണം, അത് ഒടോണിയൊക്കെ നിർബന്ധമാണ്. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ എടുത്ത് ഓടും. ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരുന്ന് കണ്ടോ വളരെ ഗഹനമായിട്ട്. അപ്പൊ നമ്മുടെ തോടിന്റെ ഒക്കെ ഓണറാണ് കേട്ടോ. ഓണർ ചേട്ടനാണ് ഈ കരിനീല് ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് കേട്ടോ. കണ്ട മീനെ തേക്കുന്ന തേപ്പ് കണ്ട. വീട്ടിലൊരു ഉള്ളി പോലും പൊടിച്ചു കൊടുക്കാത്ത ആൾക്കാരാണ് ഇവിടെ മീനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പ്രദേശത്ത് ഈ മീന് ഭയങ്കര പ്രിയമുള്ളൊരു മീനാണ്. ഞാൻ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഈ മീനൊക്കെ ഇത്രയും ഇതായിട്ട് കണ്ടത്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കാര്യമല്ല. പക്ഷെ ഇവിടെയൊക്കെ വരാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രിയമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മീന്. മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ മീനിന്, എന്നാലും ആളുകൾ വാങ്ങിക്കാറുണ്ട്. ലേലം വിളിച്ചിട്ടൊക്കെ പിച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. പിച്ചേൻ മാർക്കറ്റിൽ പോയി സ്ഥിരം വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു മീനാണിത്. വെട്ടാൻ ഭയങ്കര പാടാട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇതിന്റെ വെട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചത്. ചെത്തി എടുക്കുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേച്ച് അതിനെ വെളുപ്പിക്കാൻ കുറേ പാടുപെടും. അപ്പൊ ഗൈസ് നമ്മൾ കറി വെക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഇച്ചിരി ഇച്ചിരി മുളകൊടിയും മഞ്ഞപ്പൊടിയും പാത്രം എല്ലാം കളക്ട് ചെയ്തിട്ട് കറി വെക്കുവാണ്. മണ്ണൊക്കെ എറിഞ്ഞു കൊടുക്കണം. ഇച്ചിരി മണ്ണിങ്ങോട്ടെന്ന് വെച്ചാൽ എറിഞ്ഞു കൊടുക്കണം പുറത്ത്. ഇതുപോലെ
നമുക്ക് പച്ചക്കറികളും കൂടി ഇടാനകത്ത് എടാ ജോഷനൊക്കെ നൈസ് പണിയാ തരാം നമ്മള്. എടാ ജോഷടാ നൈസ് പണിയാ തരാം. ഓക്കെ ഓക്കെ അപ്പം ഇന്നത്തെ പ്രിപ്പറേഷൻ ചേട്ടന്മാരുടെയാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടെ ഉള്ളൊരു കുക്കിംഗ് ആണ്. കണ്ട മീനൊക്കെ വെട്ടിയത് ഇവിടെ പാത്രത്തിൽ അടുക്കി വെക്കുകയാണ്. മീനിൻ്റെ ഒക്കെ സൈസ് ഉണ്ട്. പുറത്ത് ചെളിയാണോ കിടക്കുന്നത്? ഈ സ്പീഡി ആയിരുന്ന സാൻകപ്പയായിട്ട് സാൻകപ്പ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രിയായി. കറി വെക്കാൻ അപ്പോൾ ഈ ഒരു കറിയുടെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ചേട്ടന്മാരുടെ പ്രിപ്പറേഷനാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി അങ്ങനെ തന്നെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഇത്ര എരിവായിരുന്നു കൈസ് കറിക്ക്. എനിക്കൊന്നും വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും നോക്കിയില്ല. പിന്നെ ഇവരൊക്കെ കൂടെ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നമ്മൾ മുളക് മൊരിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് പുളിയിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കണം. മീനിട്ടത് മീൻകറി റെഡി ആയിട്ടുണ്ട്. തിളച്ച് വറ്റി റെഡി ആവണം. പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഉരുളിയൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം വലിയ ഉരുളിയാണേ. അപ്പോൾ ആ ഉരുളിയിൽ ഒരു ഉരുളി കറി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പകുതി എടുത്തിട്ട് വെച്ചതാണ് ഈ കാണുന്നത്. പകുതി നമ്മുടെ ആ ഒരു ഇതിൽ കിടപ്പുണ്ട്, വെള്ളത്തിൽ കിടപ്പുണ്ട് മീന്. അതെ, കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ കുറച്ചൊക്കെ പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്രെഡാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ചേട്ടന്മാരൊക്കെ കൂടെ കഴിക്കുകയാണ് കേട്ടോ. 8 കിലോയോളം മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന്. പിന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.